നമസ്കാരം. വനിത മോണസദ്യയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു രസം, നല്ല ചൊടിയുള്ള ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രസം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പുളി വെള്ളം പിഴിഞ്ഞ് വെച്ചതുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പിഴിഞ്ഞ് വെക്കുക എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പുളിയിഞ്ചി ഉണ്ടാക്കിയപ്പോൾ. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. നമ്മൾ നാരങ്ങ നീര് 2 നാരങ്ങ നീരാണ് ഇവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. തക്കാളി 2 തക്കാളി നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്, നീളത്തിൽ നുറുക്കി വെച്ചതാണ്. മല്ലി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില. ഇനി രസം ഉണ്ടാക്കാൻ വേണ്ട പൊടികൾ എന്തൊക്കെയാണ്, അതല്ലാത്ത സ്പൈസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടുക് വേണം, വറ്റൽമുളക് വേണം, കുരുമുളക് പൊടിയുണ്ട്, മഞ്ഞൾ പൊടിയുണ്ട്, ഉപ്പുണ്ട്, ജീരകമുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അടുപ്പ് കത്തിക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചതാണ് ആദ്യം ചേർക്കാൻ പോണേ. ഇത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത്, ഉള്ളി അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും, അപ്പം അധികം നേരം വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ പുളി പിഴിഞ്ഞത് ഉള്ളിയിലേക്ക് ഒഴിക്കുകയാണ്. ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കണേ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ വയ്ക്കാൻ വേണ്ടി നിൽക്കണം എന്നൊന്നുമില്ല, നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 തക്കാളിയാണ് ഉള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയുടെ കൂടെ തന്നെ ആഡ് ചെയ്യണം കേട്ടോ. ഒന്ന് ഇളക്കി പുളിയുടെ വെള്ളത്തിൽ തക്കാളി ഒന്ന് നന്നായിട്ട് അലിഞ്ഞിങ്ങനെ ചേരണ പോലെ വരണം. ഓരോരുത്തരുടെ രസം ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലാണ്. ഇതിപ്പോൾ ഒരു വെറൈറ്റി രീതിയിലുള്ള രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സിമ്മിലിടാം. ആ വഴിക്ക് സിമ്മിലിടുന്ന ആ സമയം കൊണ്ട്, ഒന്നായി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കാനുണ്ട്. മല്ലി പൊടിക്കണം, കുരുമുളക് പൊടിക്കണം, ജീരകം പൊടിക്കണം, അതുപോലെ വെളുത്തുള്ളി പൊടിക്കണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊടിക്കാൻ പോവാം, ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ പോവാണ്. ഒട്ടും വെള്ളമില്ലാതെയാണേ. മല്ലി ഒരു പിടി, ഇത്രയും മല്ലിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിടുന്നു. സ്വല്പം കൂടി ആഡ് ചെയ്തു. അതുപോലെ കുരുമുളക്, ഇത്രയും കുരുമുളക് ആഡ് ചെയ്തു. രസത്തിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ജീരകം, വളരെ കുറച്ച് ജീരകം, അതും ആഡ് ചെയ്തു. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെളുത്തുള്ളി, ഒരു 10-12 വെളുത്തുള്ളി ഉണ്ട്, തൊലി കളഞ്ഞത്, അരിഞ്ഞു വെച്ചതല്ല, സോറി, തൊലി കളഞ്ഞത്, അതുകൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ക്രഷ്ഡാക്കി എടുക്കാം, ഇത്ര വേണ്ടി. ഇത് ക്രഷ്ഡ് ആയിണ്ടോന്ന് നോക്കട്ടെ. ക്രഷ്ഡ് ആയിണ്ട്, വേണമെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒറ്റൊരു അടിയും കൂടി, ഒന്നും കൂടി അടിക്കും. ഇപ്പൊ നല്ല അസലായിട്ട് ക്രഷ്ഡ് ആയിണ്ട്. ഒരുപാട് പൊടിയുണ്ട് കേട്ടോ, ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ പുളിയിൽ കിടന്നിട്ട് തക്കാളി നല്ലതുപോലെ ഇങ്ങനെ വെന്ത് വരികയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ മിക്സായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഫ്ലെയിം ഇത്തിരി കൂട്ടിയേ. അതിലേക്ക് തന്നെ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി അധികമില്ല, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 1/2 സ്പൂൺ, നിറച്ചല്ല, പകുതി, 1/2 സ്പൂൺ പകുതി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്കിതിനെ ബ്ലെൻഡ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലപോലെ ഇളക്കാം. ഇളക്കി ഇതിനെ തിളയ്ക്കാൻ വിടാം.
നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചത് ആഡ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. രസം ഉണ്ടാക്കണേൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യമൊക്കെ പറയണ സമയത്ത് ഞാൻ മറന്നു പോയ ഒരു സാധനമാണ് കേട്ടോ ഇത്. ശർക്കര, ഒരു പകുതി ശർക്കര നമ്മളിങ്ങനെ പൊടിച്ചു വെച്ചതാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാറായിട്ടില്ല, ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് പറഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. ഒന്ന് സിമ്മിലിട്ടുണ്ട്. നേരത്തെ നമ്മൾ ക്രഷ്ഡ് ആക്കി വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. സ്പൈസസിൻ്റെ മണം എല്ലാം കൂടി വരുമ്പോൾ ഒരു കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും മല്ലിയും ഇങ്ങനെ ക്രഷ്ഡായിട്ട് കിടക്കണ കാണാനും നല്ല രസമുണ്ട്. ഓക്കെ, ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച ക്രഷ് ചെയ്ത് വെച്ച സ്പൈസസ് എല്ലാം ആഡ് ചെയ്തു. അതിലൊരു സ്വല്പം വെള്ളത്തിൻ്റെ പോരായ്ക ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്തു. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചു. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായിട്ട് വരട്ടെ. പോരായ്ക വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് ബ്ലെൻഡായിട്ട് വന്ന് നിൽക്കുകയാണ്. അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് പൊടിയാക്കി വെച്ച ശർക്കര ആഡ് ചെയ്യാണ്. അപ്പോൾ ശർക്കര എന്തിനാണ് രസത്തിൽ ആഡ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുവിധം എല്ലാ ടേസ്റ്റുകളും അതെല്ലാം ഉള്ള ഒരു വിഭവമാണ് രസം. അതുകൊണ്ടാണ് അതിന് രസം എന്നുള്ള പേര് വന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാ ടേസ്റ്റിനെയും ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. മധുരം ഇല്ലാതെ നമുക്കൊന്നുമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കരയും കൂടി ആഡ് ചെയ്യണത് കേട്ടോ. രസം ഏകദേശം ആവാറായപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കൂടുതലും കുറവൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണ്ടേ. പുളി നല്ല പുളിയുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പുതിയൊരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. പഞ്ചസാര, ഒരു സ്വല്പം പഞ്ചസാര. മധുരം കുറച്ച് കൂടി നിന്ന് കഴിഞ്ഞാൽ ആ പുളി കുറച്ചൊന്ന് കുറയും. അപ്പോൾ ഇതിൽ ഒരു നല്ല പോലെ 1.5 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. പുളി കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ആഡ് ചെയ്യണേ. പുളി പാകമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണേ. ഫ്ലെയിം ഞാൻ ഇത്തിരി കൂട്ടി വെക്കുക. നല്ല മണം വരുന്നുണ്ട്. പുളിവെള്ളത്തിൽ ഇങ്ങനെ തിളച്ച് വരുന്ന രസം. അപ്പോൾ നമ്മളുടെ രസം നല്ല വെട്ടി തിളച്ചിങ്ങനെ വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരാളും കൂടി ഉണ്ട് കേട്ടോ. നേരത്തെ ഞാൻ വിട്ടുപോയി, ശർക്കര വിട്ടുപോയി, പഞ്ചസാര വിട്ടുപോയി. അതൊക്കെ പിന്നെ ആ ഒരു സമയം വന്നപ്പോൾ അങ്ങനെ ആഡ് ചെയ്തു. അതുപോലെ ആഡ് ചെയ്യേണ്ട ഒന്നാണ് കായപ്പൊടി. ഇത് വിട്ടു പോകാൻ പാടില്ല, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണു. അധികം വേണ്ട കേട്ടോ കായപ്പൊടി, കാരണം കയ്ക്കും, കൂടുതലായ കയ്ക്കും. ഈ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ചെറിയ കയ്പ്പ് വരണേ രസത്തിന്. നല്ല ബ്ലെൻഡായി നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. നമ്മൾ കായത്തിൻ്റെ ആ മണമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ മണം പോയിട്ടുണ്ട്, തിളച്ച് വരുമ്പോഴുള്ള മണം അത് വന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങി വെക്കണേ കേട്ടോ. നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞു. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി ഈ ഉരുളി ഒന്ന് ഞാൻ മാറ്റി അപ്പുറത്തേക്ക് വെക്കുകയാണേ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് വറുത്തിടലാണ്. ഓക്കെ, അതിന് ഒന്നുകൂടി അടുപ്പ് കത്തിച്ചു, ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടാൽ സൂപ്പർ രസം റെഡി. ചീഞ്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. രസത്തിലേക്ക് വറുത്തിടാൻ പോവാണ്. അതിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പം എനിക്ക് സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു
4 സ്പൂൺ ഒക്കെ പാകത്തിന് ഒഴിക്കാനുള്ള പ്രാപ്തിയായി എനിക്ക്. അപ്പം എണ്ണ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കടുകിടും. കടുക് ഒരു 1.5 സ്പൂൺ കടുകിടാം. കടുകിടും. കടുക് പൊട്ടി വരുമ്പോൾ സിമ്മിലിടാം. വറ്റൽമുളക് ഒരു 4 വറ്റൽമുളക്. അതുപോലെ നമുക്ക് വേണ്ടതാണ് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട്, അതായത് ചുമന്ന കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ ആവുക മുളകിൻ്റെ ആ ഒരു പാകത്തിന് വന്നാൽ ഏകദേശമായി. നമ്മളിത് രസത്തിലേക്ക് ഇടാൻ പോവാണ്. തീ ഓഫ് ചെയ്യണേ. ഇത് നമ്മൾ രസത്തിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ആഡ് ചെയ്യേണ്ട 2 ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. വീണ്ടും ഞാൻ അടുപ്പത്തേക്ക് ഒന്ന് വെക്കുകയാണ്. തീ കത്തിക്കണില്ല, ഒരു എളുപ്പത്തിന് കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിനാണേ. ഇതിലേക്ക് വെച്ചിട്ട് ഇളക്കി ഇതിൽ നാരങ്ങയുടെ നീര് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചത് ഒരു സ്വല്പം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ നീര് ആഡ് ചെയ്യാണ്. 2 നാരങ്ങയുടെ നീരാണ് നമ്മൾ പിഴിഞ്ഞു വെച്ചത്. പക്ഷെ അത് മുഴുവൻ നമ്മൾ ആഡ് ചെയ്യണില്ല. ഒരു 1.25 സ്പൂൺ അത്ര മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. പിന്നെ മല്ലിയില, അതൊരു പിടി മല്ലിയില നമുക്കിങ്ങനെ ഗാർണിഷ് ചെയ്ത് ഇടാം. ഇനി അതുകൂടാതെ ഒരു സ്വല്പം നെയ്യ് കൂടി. നെയ്യും നമ്മൾ നേരത്തെ ഇതിൻ്റെ ഭാഗമാക്കിയിരുന്നില്ല. നെയ്യൊക്കെ ഇപ്പം എൻ്റെ മനസ്സിൽ ഉദിച്ച സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ പറയാതിരുന്നത്. നമ്മുടെ രസം റെഡി. നല്ല സൂപ്പർ രസം. എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ടേസ്റ്റ് നോക്കണ്ടേ. പുളി ഇത്തിരി മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് വഴി കൂടി ഉണ്ട്. ഒന്നുകൂടി നമുക്കിത് കത്തിക്കാം. കത്തിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യാം. ഒരു നിറച്ച് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്തിരി കട്ടിയിലായിരുന്നു നമ്മുടെ രസം ഉണ്ടായിരുന്നത്. രസം എന്ന് പറയുമ്പോൾ ഒരു ഒഴുക്കൻ മട്ടിലുള്ള പിന്നെ ചെറുചെറോന്ന് നിൽക്കുന്ന രീതിയിലാണ് രസം വേണ്ടത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. പുളി കുറയ്ക്കാനും പിന്നെ ഇത്തിരി വെള്ളം പോലെ കിടക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളം ആഡ് ചെയ്തത്. ഇനി ഫ്ലെയിം ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. രസം ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്തു. ഇത്തിരി പുളിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ബാക്കി നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. അപ്പം അതിനൊന്ന് ആ പുളിയുടെ ഒരു ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് സ്വല്പം ആഡ് ചെയ്യണേ. ആഡ് ചെയ്ത് മിക്സ് ചെയ്യും. സാധാരണ ഇങ്ങനെ വരണതല്ല കേട്ടോ. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ പുളി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് പുളിയായിരുന്നു. ഒരുപാട് കാലമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഒരു പുളിയായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഇത്തിരി പുളി കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണമാണ് നമ്മൾക്കിത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വന്നേ. ഫൈനലായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ ഒരു സൂപ്പർ രസം റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ രസം.